മാപ്പാക്ക, ഞാൻ ജീവനെ ഉപദ്രവിച്ചിട്ടുണ്ട് റബ്ബേ, പൊരുത്തപ്പെട്ടു തരണേ. ഒക്കെ ഇസ്തിഗ്ഫാർ ചെയ്യാം. റബ്ബേ ആ ജീവിനെ ഉപദ്രവിക്കരുതേ, ആ ജീവിക്ക് അല്ലാഹു തആല കൊമ്പ് കൊടുക്കുന്ന ദിവസം ഞാൻ തിരിച്ച് നിന്നെ കുത്തും. ഇതിനെ ബുദ്ധിമുട്ടിക്കണം. അറക്കാൻ കൊണ്ടുപോകുന്ന മൃഗത്തിന് കത്തി കാണിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞ അതാണ് ഇസ്ലാം. നീ എന്താ പറയാനുള്ളത്? എന്തുകൊണ്ട് നീ അതിനെ 2 വട്ടം കൊല്ലുന്നുവോ എന്ന് മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞ്? കത്തി ഊരിപ്പിടിച്ച ഒരുവിനെ അറക്കാൻ കൊണ്ടേ റസൂലുള്ളാഹി അതദ്ബഹു മറതൈൻ, 2 വട്ടം അറക്ക. ഒന്ന് കത്തി കാട്ടി പേടിപ്പിക്കുക, 2 അറക്കൽ. അതദ്ബഹു മറതൈൻ, ആ മൃഗത്തെ നീ പറ 2 തവണ അറക്കുന്നുവോ? ഒരു അറക്കലല്ലേ അല്ലാഹു ഹലാലാക്കിയിട്ടുള്ളൂ. അതാണ് ഇസ്ലാം. ആലോചിച്ചാളി. അറക്കുന്ന മൃഗത്തെ കാണിച്ച് കത്തി അണക്കാൻ പാടില്ല, അത് വേറെ എവിടെയെങ്കിലും അണച്ചുകൊണ്ടിരണം. ഇന്ന് നമ്മളെ ഉലഹിയത്ത് സംഘങ്ങൾ വളരെ മോശം. ഇന്ന് നമ്മളെ ഉലഹിയത്ത് സംഘങ്ങൾ വളരെ മോശം. ചില നന്മകൾ അതിലുണ്ടെങ്കിലും അതിലുള്ള ക്രൂരതയും തിന്മയും വളരെ വലുതാണ്. 10ഉം 20ഉം പോത്തിനെ കിട്ടുക, എന്നിട്ട് തുടക്കം ഇങ്ങനെ അറച്ചു തുടങ്ങുക. അപ്പോൾ ഇങ്ങനെ മറ്റേ പേടിയായി. ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ചാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാണ്ട് പറഞ്ഞത്? ഒരു ജീവിയെ അറക്കുമ്പോൾ മറ്റൊരു ജീവിയെ കാണിക്കാൻ പാടില്ല. ഒക്കെ ശ്രദ്ധിക്കണ്ടേ? കത്തി പോലും കാണിക്കാൻ പാടില്ല. എന്നാൽ വേറെ ഇത്തരം പോത്തിനെ, അതേപോലത്തെ ഒരു പോത്തിനെ അറക്കണത് ഈ പോത്ത് കണ്ട അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു ബോധമില്ലെങ്കിലും മൃഗങ്ങൾക്ക് 2 ബോധമുണ്ട്: സ്വന്തം സുരക്ഷ, സ്വന്തം ശത്രു. ഈ ബോധമില്ലാത്തൊരു ജീവിയും ഈ ലോകത്ത് ഒന്നുമില്ല. ഒരു പൂച്ച ഞങ്ങൾ ഒന്ന് നോക്കുമ്പോൾ പായും. നിങ്ങൾ കുനിമേൽ കാക്ക പറന്നു. എന്ത്? അതിനെ സുരക്ഷത്തെ പറ്റി ബോധമുണ്ട്. കല്ല് അതിന് എതിരാന്ന് അറിയാം, കല്ലിനാണ് കുമ്പിട്ടതെന്ന് അറിയാം. അതിന് കിതാബൊന്നും അറിയില്ല. അതിന് എന്തറിയും? ഇപ്പം കുമ്പിട്ടത് എന്തെടുക്കാനാണ്? ഇപ്പം എൻ്റെ പുറത്ത് കയറുള്ളൂ പറഞ്ഞത്. സത്യല്ലേ? ആ മൃഗത്തെ പേടിപ്പിക്കാൻ പാടില്ല. പേടിപ്പിച്ചാൽ കുടുങ്ങും. ഈ ഉലഹിയത്തിൻ്റെ മൃഗങ്ങളെ ഇന്ന് നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന രീതികൾ വളരെ അബദ്ധം. പിന്നെ പറ്റും ഓരോരുത്തരും അവരവരുടെ വളപ്പിലിട്ട് അറുത്തിട്ട് ഉരുവിനെ എല്ലാം ഒരു സ്ഥലത്ത് നിന്ന് തോല് ഒളിക്കുകയും ഇറച്ചിയാക്കുകയും അങ്ങനെ ആക്കാം. ഇത് 10ഉം 20ഉം ചിലപ്പോൾ 50ഉം എണ്ണത്തിന്, എന്നിട്ട് കണ്ണുരുട്ടി 20 നോക്കുക. ഇതൊക്കെ എന്താണ്? അപ്പോൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് വിടവിൽ 10 ഉണ്ട്. ഇനി ഒന്ന്, ഈ കൂടിയുള്ള ഉലഹിയത്ത് പണ്ടില്ല, അത് ഈ അടുത്ത കാലത്ത് വന്നത് ആണോ? അല്ലേ? പണ്ട് മാലിന് ഇവിടെ ഒരു ഉലഹിയത്ത് ഒരു മൃഗം വെക്കും, ഒന്നവിടെ ഒന്നവിടെ. ഇപ്പം എല്ലാവരും ഇതിൻ്റെ തെറ്റ് ഞാൻ പറയില്ല, പക്ഷെ ഇതിൽ ഈ അറിയാത്ത ഇത്തരം കാര്യങ്ങൾ വരും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നമുണ്ട്. ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് തോല് വിൽക്കും. തോല് വിറ്റാൽ ഉലഹിയത്തില്ല, തോല് സാധുക്കൾക്ക് കൊടുക്കാറുണ്ട്. മൻ ബാ ജിൽദ ഉലഹിയത്തിഹി ഫലാ ഉലഹിയത ലഹു. ഒരാൾ ഉലഹിയത്ത് മൃഗത്തിൻ്റെ തോല് വിറ്റാൽ അവന് ഉലഹിയത്തില്ല എന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ഞാൻ ഇത് പറയേണ്ട വിഷയമല്ല, ഞാൻ പറഞ്ഞു പോയതാണ്. ഒരു മൃഗത്തിനെ പോലും പേടിപ്പിക്കണ്ട. മൃഗത്തിനോട് ചെയ്താലും, മൃഗത്തിനോടാണ് നമ്മൾ അക്രമം കാണിച്ചെങ്കിലും അല്ലാഹു ദുആ ചെയ്യണം. റബ്ബേ, ഞാൻ അടുത്തു പോയി പറയാം, അതിനൊക്കെ ഷുഊറുണ്ടാവും. അതിനെ വിറ്റിട്ടില്ലെങ്കിൽ അതിൻ്റെ കൊമ്പത്ത് പോയി അതിനൊന്ന് എണ്ണ ചുഴിഞ്ഞ് അതിനോട് പറയാം, എന്ത് ഞാൻ എന്നെ കുറേ അടിച്ചിട്ടുണ്ടാ മാപ്പാക്കണേ എന്താ പറയുന്നത്? അതിനൊരു ഷുഊറുണ്ടാവും. ഷുഊറുണ്ടല്ലോ. നമ്മൾ വീട് അടച്ചു പോയി, ഒരു പശുവിനെയോ കാളനെയോ കന്നിനെയോ കെട്ടിട്ട് പോയി, ആവശ്യത്തിന് പുല്ലും കൊടുത്തു. പിറ്റേന്ന് രാവിലെ നമ്മൾ വരികയാണ്, വലിയ കരച്ചിലായി.
കാരണം ഇന്നലെ ഈ പുരയിലാരും ഇല്ലാത്തൊരു പേടി അവർക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മളിടയ്ക്ക് വർത്താനവും കാര്യവും ഭക്ഷണം കേൾക്കലും പോക്കും വരവും ഉണ്ടെങ്കിൽ അതിന് സന്തോഷമുണ്ട്. ഉണ്ടോ ഇല്ലേ? സത്യല്ലേ? ഇതൊക്കെ ഞാൻ എത്ര അനുഭവിച്ച വേദനയാണ് വരുമ്പോൾ. രാവിലെ കയറി വരുമ്പോൾ ഒരു വേദനയാണ്. ഒരു കോഴി നമ്മൾ വരുന്നോട് കൊക്കിപ്പാറൽ തുടങ്ങും. എൻ്റെ ആ വീട്ടിൽ നിന്ന് തലേന്ന് രാത്രി ജയിച്ചുണ്ടായിട്ടില്ല. അവിടെ ഒരു മനുഷ്യൻ വെച്ചുണ്ടായാലേ ജീവിക്കോ സന്തോഷമുള്ളൂ. കാരണം ഈ ഭൂമിയിലെ ഖലീഫ മനുഷ്യനാണ് ആർക്കറിയും. ജീവിക്ക നിനക്കും എനിക്കും അറിയില്ല. ഇനി ജാലും ഫിൽ ഖലീഫ, ഭൂമിയിൽ ഞാനൊരു ഖലീഫയായി നിശ്ചയിച്ചതാണ് മനുഷ്യനെ എന്നത് ഈ കോഴിക്കുട്ടിക്കറിയും. ഒരു പാമ്പിൻ്റെയോ മറ്റോ ഏജന്റിൻ്റെ ഒരു ശബ്ദം കേൾക്കുമ്പോഴത്തേന് നേരെ പൊരയിൽ ഉമ്മാൻ്റെ അടുത്തേക്ക് കോഴിക്കുട്ടികൾ പാഞ്ഞു വരിക. ആണോ അല്ലേ? എൻ്റെ അത് ഞങ്ങളെ സംരക്ഷിക്കും. മനുഷ്യനൊരു അധികാരമുണ്ട് ഇവിടെ. അതിനാ പാമ്പിനെ വടിച്ച് തച്ചല്ല അവർക്ക് കഴിയില്ല. പറയാൻ കോഴിക്കുട്ടി കഴിയൂല, ആടിന് കഴിയില്ല, കന്നിന് കഴിയില്ല, മനുഷ്യനൊരുക്ക് പാഞ്ഞൊന്നു. ഇജല്ലേ ഇവിടുത്തെ ഖലീഫ? അതിനർത്ഥം ഇജല്ലേ ഇവിടുത്തെ ഖലീഫ? ഇല്ലേ? എല്ലാത്തിനുണ്ടൊരു ബോധം. ഇരുകാലിക്ക് മാത്രമാണ് ബോധമില്ലാത്ത. ലോകത്തെ ഏത് സൃഷ്ടിക്കും മനുഷ്യനെ ഇവിടുത്തെ ഖലീഫ എന്നറിയും. ما بين السماء والأرض ما بين السماء والأرض شيء إلا وهو يعلم أني رسول الله. ഞാൻ റസൂലാണെന്ന് അറിയാത്തൊരു സാധനം ആകാശഭൂമികൾക്കിടയിലില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. യാ അല്ലാഹ് എന്താ പറഞ്ഞത്?